സ്വാഗതം ഇന്ത്യ വേഴ്സസ് ഇന്ത്യയിലേക്ക്. ഇത് നമ്മൾ പരിശോധിക്കുന്നത് ഹരിയാനയാണ്. 10 ലോക്സഭാ സീറ്റേ ഉള്ളൂ. മെയ് 25-ന് 6ാം ഘട്ടത്തിലാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. 10 ലോക്സഭാ സീറ്റേ ഉള്ളൂ എങ്കിൽ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഹരിയാന വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. BJP 2019-ൽ 10-ൽ 10 സീറ്റും ജയിച്ച സംസ്ഥാനമാണ് ഹരിയാന. അതുകൊണ്ട് തന്നെ അവിടെ കുറയുന്ന സീറ്റുകൾ BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അവിടെ ഇന്ത്യ സഖ്യം പിടിക്കുന്ന കോൺഗ്രസും AAPയും സഖ്യത്തിലാണ് അവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസ് 9 സീറ്റിൽ മത്സരിക്കുന്നു, AAP 1 സീറ്റിൽ മത്സരിക്കുന്നു. ഈ രണ്ട് കക്ഷികൾ AAPയും കോൺഗ്രസും നേടിയെടുക്കുന്ന സീറ്റുകൾ അതും പ്രധാനമാണ്. BJPയെ സംബന്ധിച്ച് ഇക്കുറി ഹരിയാനയിൽ വെല്ലുവിളികൾ ഏറെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 3 ഘട്ടം പിന്നിടുമ്പോഴാണ് ഹരിയാനയിലെ നിലവിലുള്ള BJP സർക്കാർ, സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷമായിട്ട് മാറുന്നത്. ആ സർക്കാർ ന്യൂനപക്ഷമായി മാറുന്നതിന് വേറൊരു കൗതുകം കൂടിയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന സീനിയർ RSS നേതാവ്, BJPയുടെ സീനിയർ നേതാവ്, അദ്ദേഹമായിരുന്നു അന്ന് മുഖ്യമന്ത്രി. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് നയാബ് സിംഗ് സൈനിയെ BJP മുഖ്യമന്ത്രിയാക്കുന്നത്. സർക്കാരിനെ മുഖ്യമന്ത്രിയാക്കി. അത് മുഖ്യമന്ത്രിയാക്കിയ സാഹചര്യവും വ്യത്യസ്തമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ BJP സർക്കാരിനെ പിന്തുണച്ചിരുന്ന ദുഷ്യന്ത് ചൗട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടി BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. അതോടുകൂടെയാണ് ഈ സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിക്കുന്നത്, JJP പിൻവലിക്കുന്നത്. അതോടുകൂടെ മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് BJP ചെയ്തത്. അന്ന് ഈ JJP പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ ഏതാനും സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടിയാണ് BJP സർക്കാർ തുടർന്നത്. ആ സ്വതന്ത്രരിൽ 3-4 പേർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 3 ഘട്ടം പിന്നിട്ടപ്പോൾ പിന്തുണ പിൻവലിച്ചു. അതോടുകൂടെയാണ് സർക്കാർ ന്യൂനപക്ഷമായത്. ആ സർക്കാർ വിശ്വാസ വോട്ട് നിയമസഭയിൽ തേടണം എന്ന ആവശ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾക്കിടയിൽ തന്നെ ഉന്നയിക്കപ്പെട്ടെങ്കിലും അത് നടന്നിട്ടില്ല. അങ്ങനെ ഈ സംസ്ഥാനത്തെ BJP സർക്കാരിൻ്റെ ഭാവി തന്നെ തുലാസിലായി. ഹരിയാന സർക്കാരിൻ്റെ ടേം കഴിയാൻ അധികം കാലമില്ല. പക്ഷേ എങ്കിൽ പോലും ആ സർക്കാരിൻ്റെ ഭാവി പോലും തുലാസിലായിരിക്കെയാണ് BJP അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തുടങ്ങുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ഈ ഹരിയാന അവലോകനം ചെയ്യാൻ നമുക്കൊപ്പം ഉള്ളത് ഒരിക്കൽ കൂടി രാജ്യത്തെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളായ സണ്ണി സെബാസ്റ്റ്യനാണ്. കഴിഞ്ഞ രാജസ്ഥാൻ, ഗുജറാത്ത് എപ്പിസോഡുകളിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സ്വാഗതം സാർ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഹരിയാനയിലുണ്ടായ നാടകീയമായ സംഭവവികാസങ്ങൾ അത് BJPയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രചാരണത്തെയും സാധ്യതകളെയും ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ ഇടയുണ്ടോ? ഈയിടെ ഉണ്ടായിട്ടുള്ള ഈ ചേഞ്ചസ് ഒക്കെ, ഡെവലപ്മെന്റ്സ് ഒക്കെ പ്രത്യക്ഷത്തില് BJPക്ക് സെറ്റ് ബാക്ക് ആണെന്ന് തന്നെ പറയണം. അങ്ങനെയാണ് ഒരു ഇംപ്രഷൻ. പക്ഷെ ഇതിനൊരു വേറൊരു ആംഗിള് ചിലര് പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് കാണുന്നത് ഇതൊരു സ്ട്രാറ്റജിയാണോ BJPയുടെ, അതായത് ജനനായക് ജനതാ പാർട്ടി JJPയും BJP ആയിട്ടുള്ള അലയൻസ് ബ്രേക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയ ചീഫ് മിനിസ്റ്ററെ കൊണ്ടുവരുന്നതും എല്ലാം തന്നെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന ചില സ്കെപ്റ്റിക്കുകൾ ഉണ്ട് ഇതിനകത്ത്. ആകപ്പാടെ നോക്കിക്കഴിഞ്ഞാൽ ഹരിയാന വളരെ ഒരു കംഫർട്ടബിൾ 10 സീറ്റുള്ള ഹരിയാന വലിയ കംഫർട്ടബിൾ സ്റ്റേറ്റ് അല്ല BJPക്ക്. അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കണം, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന ഇതെല്ലാം തന്നെ മുഴുവൻ സീറ്റുകളും BJP ജയിച്ചതാണ്. പക്ഷേ അൺലൈക്ക് രാജസ്ഥാനും ഗുജറാത്തും 2014 മുഴുവൻ സീറ്റും BJPക്ക് കിട്ടിയിരുന്നില്ല ഹരിയാനയിൽ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മനോഹർലാൽ ഖട്ടറിന്റെ ഗവൺമെന്റിന് ആന്റി ഇൻകംബൻസി ഉള്ള സ്ഥിതിയിൽ ഖട്ടറിനെ മാറ്റി. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കാരണം. പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാരണം കൂടിയുണ്ട്. JJP എന്ന് പറയുന്ന പാർട്ടി ജാട്ട് സെൻട്രിക് ആണ്. ജാട്ട് കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ചോട്ടാല ഫാമിലി, ഓം പ്രകാശ് ചോട്ടാല, ആ ഫാമിലി തന്നെയുള്ള പാർട്ടിയാണ്. അത് കോൺഗ്രസിന് ജാട്ട് വോട്ടുകൾ കൂടുതൽ കിട്ടും എന്നുള്ളൊരു അസംഷനിൽ നിന്ന് ജാട്ട് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ചെയ്ത ഒരു സ്ട്രാറ്റജി ആണോ എന്നുള്ള സംശയം ഉണ്ട്.
എത്രയാണെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒരു അസ്ഥിരതയുടെ ഒരു ലക്ഷണങ്ങളാണ് ഇതെല്ലാം. ധൈര്യമില്ലാതെ ഇങ്ങനെയുള്ള ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് ഒക്കെ. പക്ഷെ ഈ ഗാമ്പിള്, ഈ ചൂതുകളി BJPക്ക് ഇതിനു മുമ്പ് നേട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുകയില്ല. റൈറ്റ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനോഹർലാൽ ഖട്ടർ സർക്കാരിനെതിരായ വികാരം, ഒരു ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ഉണ്ടായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന് BJP മുൻകൂട്ടി കാണുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖട്ടറിനെ മാറ്റിക്കൊണ്ട് സെയ്നിയെ മുഖ്യമന്ത്രിയാക്കിയത്. സെയ്നി ഉൾപ്പെടുന്ന പിന്നോക്ക വിഭാഗം മാലി കമ്മ്യൂണിറ്റി, അവരുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ കണക്കൂട്ടൽ. ഈ മാലി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹരിയാന സംസ്ഥാനത്ത് ആകെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്ന ഒരു സമുദായമാണ്. അതോടൊപ്പം മറ്റ് പിന്നോക്ക വിഭാഗക്കാരനായ ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ മാലി ഒഴികെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ ലഭിക്കും എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണയ്ക്കൊപ്പം പരമ്പരാഗതമായി BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ, ബനിയ, താക്കൂർ, രാജ്പുത് അങ്ങനെയുള്ള വിഭാഗങ്ങളുടെ പിന്തുണ കൂടെ ചേർക്കാം എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. ഈ കാൽക്കുലേഷൻ എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതാണ്? അതായത് ഒരു പിന്നോക്ക വിഭാഗങ്ങളുടെ കൺസോൾട്ടേഷൻ പ്ലസ് നേരത്തെ മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ, ബനിയ, താക്കൂർ, രാജ്പുത് വിഭാഗങ്ങളുടെ വോട്ടുകൾ, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു പരീക്ഷണം, അത് എത്രത്തോളം ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്? നമ്മൾ ഓർക്കണം, ജാട്ടുകളും OBC തന്നെയാണ്, ബാക്ക്വേർഡ് തന്നെയാണ്. അവർ ലേറ്റർ എൻട്രി ആണ്, പിന്നീടാണ് ബാക്ക്വേർഡ് ആയത്. അത് നോൺ ജാട്ട് OBCസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ് ആയിരുന്നു ഈയിടയ്ക്ക് ഉണ്ടായിരുന്ന BJPയുടെ മൂവ്. ആ കൂട്ടത്തിൽ അവർക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള ഏരിയാസ് ബ്രാഹ്മിൺ, ബനിയ, അതുപോലെ ക്ഷത്രിയ വോട്ടുകളും OBC വോട്ടുകളും കൂടെ കൂടി കഴിഞ്ഞാൽ ജാട്ടുകൾ വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത് റൂൾ ഔട്ട് ചെയ്തുകൊണ്ടുള്ളൊരു നീക്കമാണ്. അതില് BJP അവരുടെ കാൽക്കുലേഷൻ ഇങ്ങനെ ഒരു കാൽക്കുലേഷനിലാണ് ഈ മൂവ് നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് പല ആസ്പെക്ട്സ് ഉണ്ട്. ഹരിയാന ഒരു ഫാർമേഴ്സ് അജിറ്റേഷന്റെ, കർഷക സമരത്തിന്റെ ഒരു ഹോട്ട് ബെഡ് ആയിരുന്നു. അത് ഡയറക്ട്ലി മനോഹർലാൽ ഖട്ടറിന്റെ ഗവൺമെന്റ് ആ ഫാർമേഴ്സ് അജിറ്റേഷനെ ക്രഷ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണമുണ്ട്. അതുപോലെ തന്നെ വേറൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നത് മഹിളാ അത്ലറ്റുകളുടെ ആ അജിറ്റേഷൻ. അതിലും ഗവൺമെന്റ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നോഷൻ ഉണ്ട്. അതിനകത്ത് ആ മേജർ ആയിട്ടുള്ള രണ്ട് ഇഷ്യൂ, ബാക്കിയുള്ള ഇഷ്യൂസ് ഒക്കെ ആർമിയിൽ റിക്രൂട്ട്മെന്റ് ഇല്ലാതെ വരുന്നതും അഗ്നിവീറിന്റെ ഇഷ്യൂവും അതുപോലെ തന്നെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂസും എല്ലാം ഉൾപ്പെടെ ആകപ്പാടെ ഒരു മടിലാണ് ഈ ഹരിയാന ഇന്നത്തെ സ്ഥിതിയിൽ. അപ്പൊ BJPക്ക് കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മോദി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവര് സ്ട്രാറ്റജീസ് ഒക്കെ നന്നായിട്ട്, കാരണം BJPയുടെ സ്ട്രാറ്റജീസ് പലരും പറയുന്നുണ്ട്, ക്യാമ്പയിൻ ഒക്കെ BJPയുടെ ആയിരുന്നു ബെറ്റർ എന്ന് പറയുന്നുണ്ട്. അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ഏരിയയിലും കവർ ചെയ്തു. അതേസമയം ഇന്ത്യ അലയൻസിന് 9 സീറ്റും പ്ലസ് ആം ആദ്മിയുടെ 1 സീറ്റും കൂടി 10 സീറ്റില് വലിയ ലീഡേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് ക്യാമ്പയിൻ ചെയ്തില്ലെന്നും, അതുപോലെ തന്നെ ഇൻഹറന്റ് ആയിട്ടുള്ള ഹരിയാന കോൺഗ്രസിൽ ഉള്ള പ്രശ്നങ്ങൾ എല്ലാ പ്രാവശ്യവും, കഴിഞ്ഞ പ്രാവശ്യവും 2019 ഭേദപ്പെട്ട സ്ഥിതിയിൽ തുടങ്ങിയിട്ട് സംഗതികൾ വളരെ മോശമായി ലേറ്റർ സ്റ്റേജിൽ വന്നിട്ട് ചെയ്യുമായിരുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അസംബ്ലിയിൽ ജയിക്കാവുന്ന ഒരു അസംബ്ലി സിറ്റുവേഷനിൽ അവരുടെ ഇന്റേണൽ ഡിഫറൻസസ് കാരണം കോൺഗ്രസ് തോക്കുകയാണ് ഉണ്ടായത്. ഈ പ്രാവശ്യവും അത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ ഒക്കത്തില്ല, ധാരാളം ഉണ്ട്. ഹുഡ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ കിരൺ ചൗധരി അങ്ങനെയുള്ള ലീഡേഴ്സ്, അതുപോലെ സുർജേവാല, ഇവരെല്ലാം തന്നെ വാറിംഗ് ഫാക്ഷൻസ് തന്നെയാണ് ഇപ്പോഴും. പുറത്തധികം കാണുന്നില്ല. ഒരു കാര്യമുള്ളത്, അവനവന്റെ ഏരിയയിൽ ക്യാമ്പയിൻ ചെയ്യുന്നു, വോട്ടുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. ആ സിറ്റുവേഷനിൽ തമ്മിൽ ഓപ്പൺലി ഫൈറ്റ് ചെയ്തില്ല എന്നൊരു ആശ്വാസം മാത്രമേ കോൺഗ്രസിനുള്ളൂ. അതേസമയം സപ്പോർട്ട് പബ്ലിക്കിന്റെ ആണ്, ഇവരുടെ കഴിവിന്റെ അല്ല ഈ സപ്പോർട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. റൈറ്റ്. പിന്നെ ഹരിയാനയെ സംബന്ധിച്ച് ജാട്ടുകൾ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ്. ഒരു ദീർഘകാലം ഹരിയാന സംസ്ഥാനത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ജാട്ട് വിഭാഗത്തിൻ്റെ കൈവശമായിരുന്നു. അതുകൊണ്ട് തന്നെ ജാട്ടിതര വോട്ടുകൾ എന്ന നിലയ്ക്ക് ഹരിയാനയുടെ രാഷ്ട്രീയം കുറേ കാലത്തേക്ക് ഇങ്ങനെ ഭിന്നിച്ചു നിന്നിരുന്നു, ദീർഘകാലത്തേക്ക്. ഈ ജാട്ട് വോട്ടുകളെ
കുറേ കാലം കൈവശം വെച്ചിരുന്നത് താവു ദേവിലാലും കുടുംബവുമാണ്. താവു ദേവിലാൽ എന്ന് പറഞ്ഞാൽ നേരത്തെ രാജ്യത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ദേവിലാലിന് ശേഷം മകൻ ഓം പ്രകാശ് ചൗത്താല അദ്ദേഹത്തിൻ്റെ ദേവിലാലിൻ്റെ പിന്തുടർച്ചാവകാശത്തോടുകൂടെ ഹരിയാന രാഷ്ട്രീയത്തിൽ വലുതാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഈ ചൗതാല ഫാമിലിയിലുണ്ടായ തർക്കങ്ങൾ, ചൗതാലയുടെ മക്കൾ, മറ്റ് ബന്ധുക്കൾ, ഇവർ പരസ്പരം കലഹിച്ച് പല ഭാഗത്തേക്ക് ചിതറിയതോടുകൂടി ഈ ചൗതാലയുടെ നേതൃത്വത്തിൽ പിന്നീടുണ്ടായ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എന്ന പാർട്ടി ഏതാണ്ട് അപ്രസക്തമായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടെ INLD ഏതാണ്ട് 2% താഴെ മാത്രം വോട്ട് ലഭിക്കുന്നൊരു പാർട്ടിയായിട്ട് മാറി. അതേസമയം ചൗതാലയുടെ മകൻ ദുഷ്യന്ത് ചൗതാല നേതൃത്വം നൽകുന്ന ജനനായക് ജനതാ പാർട്ടി, അത് ഈ ജാട്ടുകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടുതലുള്ള പാർട്ടിയായിട്ട് വരികയും ജാട്ട് വോട്ടുകളിൽ വലിയൊരു വിഭാഗം അവർ കൈവശം വയ്ക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിൽ JJP വിജയിക്കുകയും ചെയ്തു. ഇത് JJP BJPയുമായിട്ടൊരു സഖ്യമുണ്ടാക്കിക്കൊണ്ടാണ് 2019 അവിടെ BJP JJP സഖ്യ സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ JJP BJPയുടെ 2 സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അത് BJP അംഗീകരിച്ചില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിലും BJP ജയിച്ചതാണ്. ഇതോടുകൂടിയാണ് ദുഷ്യന്ത് സംസ്ഥാനത്ത് പിന്തുണ പിൻവലിക്കുന്നത്. BJP അവിടെ ഒറ്റയ്ക്ക് 10 സീറ്റിൽ മത്സരിക്കുന്നു. JJPയും 10 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. ഈ JJP പിടിക്കുന്ന വോട്ടുകൾ അത് എത്രത്തോളം നിർണായകമാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജാട്ട് വോട്ടുകൾ വലിയൊരു വിഭാഗം JJP പിടിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനാണോ നഷ്ടം ഉണ്ടാക്കുക അതോ BJPക്കാണോ നഷ്ടം ഉണ്ടാക്കുക എന്നുള്ള ചോദ്യമുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 10 സീറ്റിൽ BJP ജയിക്കുമ്പോൾ ജാട്ട് വോട്ടുകളിൽ വലിയൊരു വിഭാഗം BJPയിലേക്ക് ചാഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഈ 10 സീറ്റ് BJPക്ക് കിട്ടിയത് എന്നുള്ള വിലയിരുത്തലുണ്ട്. അപ്പോൾ ഈ JJPയുടെ ഒരു സ്ഥാനാർത്ഥിത്വം 10 സീറ്റിൽ അവർ മത്സരിക്കുന്നു, അത് കോൺഗ്രസിനെയാണോ BJPയാണോ ദോഷകരമായിട്ട് ബാധിക്കുക? നമ്മൾക്ക് ആദ്യം ജാട്ട് പൊളിറ്റിക്സ്, പിന്നീട് ദേവിലാൽ പൊളിറ്റിക്സ്. ഹരിയാന ഒരു ജാട്ട് സ്റ്റേറ്റ് ആയിട്ട് കരുതുന്നുണ്ടെങ്കിലും ജാട്ടുകളുടെ സംഖ്യ നിർണായകമാണ്. പക്ഷെ അങ്ങനെയല്ല, മജോറിറ്റി വോട്ടേഴ്സ് ജാട്ടൊന്നുമല്ല. പക്ഷെ എങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ, ഒരു കാലത്ത് ഗോവയിൽ എപ്പോഴും ക്രിസ്ത്യൻ ചീഫ് മിനിസ്റ്റേഴ്സേ ഉണ്ടാകുകയുള്ളായിരുന്നു. അങ്ങനെ ഒരു ഇംപ്രഷൻ അങ്ങോട്ട് വന്നിട്ട് അതുപോലൊരു സ്ഥലമായിട്ടിരിക്കുകയായിരുന്നു. ജാട്ട് അല്ലാത്ത നോൺ ജാട്ട് ആയിട്ടുള്ള ഒരാളെ ചീഫ് മിനിസ്റ്റർ ആക്കുന്നത് വലിയൊരു റിസ്ക് ആണെന്നും കോൺഗ്രസ് ഒരിക്കലും അത് ഡെയർ ചെയ്തിട്ടില്ല. ഇൻട്രസ്റ്റിംഗ്ലി ചോട്ടാല ഫാമിലി കോൺഗ്രസിൽ നിന്ന് തുടങ്ങി 1938 സാഹിബ് റാം സിഹാഗ്, നമ്മുടെ ദേവിലാൽജിയുടെ മൂത്ത സഹോദരൻ, കോൺഗ്രസിന്റെ ടിക്കറ്റിൽ 1938 1947 മത്സരിച്ച് ജയിച്ചതാണ് ഹരിയാനയിൽ. പിന്നീടാണ് കുറച്ചൊരു സോഷ്യലിസ്റ്റ് ലീനിങ്സ് ഒക്കെ ചൗട്ടാല ഫാമിലി കാണിക്കാൻ തുടങ്ങി. ദേവിലാൽ ഇത്ര അംബിഷ്യസ് ആയിട്ട് അവർ രാജസ്ഥാനിൽ വന്ന് ഇലക്ഷൻ മത്സരിച്ചു. സ്പീക്കറിൽ നിന്ന് അദ്ദേഹം ജയിച്ചതാണ്. അത് ഭൈരവ് സിംഗ് ഷെഖാവത്ത് ഉണ്ടായിരുന്ന സമയത്ത് ദേവിലാലും ഭൈരവ് സിംഗ് ഷെഖാത്തുമായിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലും അവര് ഇൻറോഡ്സ് ചെയ്തിരുന്നു. പിന്നീട് കുറച്ച് പുറകോട്ട് പോയിട്ട് ഇപ്പോൾ രാജസ്ഥാനില് ഹരിയാന പൊളിറ്റിക്സിന്റെ പ്രസൻസ് ഇല്ല. ബൽറാം ജാക്കർ പോലെയുള്ള പഞ്ചാബ് പൊളിറ്റീഷ്യൻസ് വന്നിട്ടും അതുപോലെ തിരിച്ചു പോകാറുണ്ടായിരുന്നു. അത് ഈ ദേവിലാൽ ഫാമിലിയുടെയും ജാട്ട് പൊളിറ്റിക്സിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് രാജസ്ഥാനിലും ഒരു കാലത്ത് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഓം പ്രകാശ് ചൗട്ടാല ജയിലിൽ പോയതിനു ശേഷമാണ് പാർട്ടി ഒരു റഡർലെസ് ആയത്. ഒരു ചുക്കാനിൽ ഇതില്ലാത്ത മാതിരിയുള്ള ഒരു മൂവ്മെന്റ് വന്നിട്ട് ലീഡർഷിപ്പിന്റെ ഒത്തിരി ക്ലെയിമൻസ് ഉണ്ടായി. ഈ 4 പ്രദേശം ഉണ്ടായിരുന്ന ഇവരുടെ ദേവിലാൽജിയുടെ 4 മക്കളില് എല്ലാവർക്കും തന്നെ അംബിഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഓം പ്രകാശ് ചൗട്ടാല ഫാമിലിയാണ് കൂടുതൽ മുമ്പോട്ട് വന്നത്. ഈ പ്രാവശ്യം ഒരാൾ മത്സരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചൗട്ടാലയുടെ തന്നെ കസിൻ മത്സരിക്കുന്നുണ്ട്. പിന്നെ ഫാമിലിയിൽ 2 ലേഡീസ് മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ചൗട്ടാല ഫാമിലി പടർന്ന് പന്തലിച്ച് ഈ പ്രാവശ്യം ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടെങ്കിലും വലിയ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അപ്പൊ പുതിയൊരു BJP ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്താണ് മനോഹർലാൽ ഖട്ടറിനെ ചീഫ് മിനിസ്റ്റർ ആക്കിയത്. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി രാജസ്ഥാനിൽ ഭജൻലാലിനെ ആക്കിയ പോലെയും മധ്യപ്രദേശിൽ യാദവിനെ ആക്കിയ പോലെയും ഒരു റിമോട്ട് ചീഫ് മിനിസ്റ്റർ എന്ന രീതിയിലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഖട്ടർ കുറെ നാള് ഭരിച്ചിട്ട് പ്രത്യേകിച്ച് ആൾക്കാർ ഇംപ്രസ്ഡ് ആയെന്നും തോന്നുന്നില്ല. അപ്പൊ ഖട്ടറെ മാറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഖട്ടർ ഈ പ്രാവശ്യം
ലോക്സഭ മത്സരിപ്പിക്കുന്നുണ്ട്. ഈ ആർഗ്യുമെന്റ് ഖട്ടർ വളരെ മോശമായിരുന്നെങ്കിൽ ലോക്സഭ മത്സരിക്കാൻ അവർ ടിക്കറ്റ് കൊടുക്കത്തില്ലായിരുന്നല്ലോ. അങ്ങനെ ഒരു ആർഗ്യുമെന്റും കൂടെ ഉണ്ട്. പക്ഷെ പാർട്ടിക്ക് അല്പം ഒരു ഓവർ കോൺഫിഡൻസ് ചില കാര്യങ്ങളിലുണ്ട്, ഞങ്ങൾ ആരെ നിർത്തിയാലും ജയിക്കും എന്നൊക്കെയുള്ള മാതിരി. പക്ഷെ ഹരിയാനയിൽ ഈ പ്രാവശ്യം അങ്ങനെയാണെന്ന് പറയാനൊക്കത്തില്ല. എത്രയായാലും അവർക്ക് 10-ൽ 10 കിട്ടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ഈ അടുത്ത 2-3 ദിവസങ്ങളിലെ മൂവ്മെന്റ് അനുസരിച്ചായിരിക്കണം. റൈറ്റ്. ഇതിനകത്ത് ഒരു ക്ലാരിറ്റി കൂടി, ഈ ജാട്ട് വോട്ടുകൾ അത് ഇപ്പോൾ JJP മത്സരിക്കുന്നത് കൊണ്ട് അതിൻ്റെ നഷ്ടം ഇപ്പോൾ 2019 കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 58% വോട്ട് BJPക്ക് ഉണ്ടായിരുന്നു. അത് ഈ ജാട്ട് വോട്ടുകളുടെ ഒരു ചായ്വ് കൂടി BJPയിലേക്ക് വന്നുകൊണ്ടാണ് അത്രയും വോട്ട് പെർസെൻറ്റേജ് കൂടിയത് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ ഈ JJP ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന് പറയുമ്പോൾ അത് BJPക്കാണോ ദോഷം ഉണ്ടാക്കുക, കോൺഗ്രസിനാണോ ദോഷം ഉണ്ടാക്കുക? JJPയുടെ ഒറ്റയ്ക്കുള്ള മത്സരം വളരെ അഡ്വഞ്ചറസ് ആണ്. അതിനകത്തുനിന്ന് വലിയ റിസൾട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത് ജാട്ട് കമ്മ്യൂണിറ്റിയെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർക്കണം, ജാട്ട് കമ്മ്യൂണിറ്റി ഒരുതരം എപെക്സ് കാസ്റ്റ് ആണത്. അതായത് പല സ്ഥലങ്ങളിലും നോർത്ത് ഇന്ത്യയിൽ രാജ്പൂത്തുകൾ ചെയ്യുന്നത് പോലെ പിന്നീട് ഓഫ് ലേറ്റ് ജാട്ടുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ വോട്ടിംഗ് പാറ്റേൺ തന്നെ ഇവരാണ് ഇവോൾവ് ചെയ്യുന്നത്. ബലപ്രയോഗങ്ങൾ കൊണ്ടും സൈക്കോളജിക്കലിയും അങ്ങനെ പല കാരണങ്ങളുണ്ട്, നമ്മൾ അതിലോട്ട് ഇപ്പം കടക്കുന്നില്ല. പക്ഷെ ജാട്ടുകൾ വോട്ട് ചെയ്യുന്നത് കൂടാതെ വോട്ട് ചെയ്യിക്കാനും അവർക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് ഓർക്കണം. അതാണ് ജാട്ടുകളുടെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ചീഫ് മിനിസ്റ്റർ ജാട്ടെ ആവാൻ പാടുള്ളൂ എന്നൊരു രീതിയിലുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് അവർ നടത്തി ബാർഗെയിൻ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴ് അത്രയ്ക്ക് അവരുടെ ബാർഗെയിനിങ് പവർ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. രണ്ടാമത് JJP ഫീൽഡിലുള്ള കൊണ്ട് ആരുടെ വോട്ടാണ് INLDയും ഇന്ത്യൻ നാഷണൽ ലോക്ദളും, ഈ രണ്ട് പാർട്ടികൾ ആരുടെ വോട്ടാണ് കട്ട് ചെയ്യുന്നത്, BJPയുടെ ആണോ അതോ കോൺഗ്രസിന്റെ ആണോ? രണ്ട് കാര്യങ്ങളുണ്ട്. ജനറലി ഒരു അസംഷൻ ഉണ്ട്, ജാട്ട് വോട്ടുകൾ രാജസ്ഥാന്റെ ഈ ഹരിയാനയുടെ അഡ്ജോയിനിങ് ആയിട്ടുള്ള ഷെക്കാവട്ട് റീജിയനിൽ ഈ പ്രാവശ്യവും ഇലക്ഷനിൽ ജാട്ട് വോട്ടുകൾ കൂടുതലും കോൺഗ്രസിന് കിട്ടിയെന്നാണ് ഒരു അനുമാനം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ അസംബ്ലിയിലെ ഇലക്ഷനിൽ പോലും ജാട്ടുകൾ കോൺഗ്രസിനാണ് സപ്പോർട്ട് ചെയ്തു എന്നൊരു തോന്നലുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ പ്രാവശ്യം ഹരിയാനയിലും ജാട്ടുകൾ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത് എന്നൊരു ഫീലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്നൊരു ഇംപ്രഷൻ ഉണ്ട്. അപ്പൊ ആ രീതി നോക്കിക്കഴിഞ്ഞാല് ജാട്ട് വോട്ടുകൾ JJPക്ക് കിട്ടുന്നത് കോൺഗ്രസിന് നഷ്ടം. പക്ഷെ അതേസമയം ഇതും കൂടെ നോക്കണം, ഈ അടുത്ത കാലം വരെ ജൻനായക് ജനതാ പാർട്ടി റൂളിംഗ് കോalitionന്റെ ഒരു ഭാഗമായിരുന്ന ആ പാർട്ടി വിട്ടിട്ട് വേറെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കുന്നു. എത്രയായാലും ആൾക്കാർ വോട്ടർ ഈ മനസ്സിൽ ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ അടുത്ത കാലം വരെ റൂളിംഗ് പാർട്ടി ആയിരുന്നല്ലോ, ആ ആന്റി ഇൻകംബൻസി അത് എത്രയായാലും JJPയെ ബാധിക്കും. അങ്ങനെ BJPക്ക് അതിനകത്ത് നിന്ന് നഷ്ടം ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രണ്ട് മേജർ പാർട്ടീസ്, കോൺഗ്രസിനും BJPക്കും, രണ്ടുപേർക്കും മേജർ പാർട്ടീസ് BJPക്കും കോൺഗ്രസിനും, അവർക്ക് രണ്ടുപേർക്കും JJP ജൻനായക് ജനതാ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടുകൾ രണ്ടുപേരുടെയും പോക്കറ്റിൽ നിന്നാ പോകുന്നെന്ന് പറയേണ്ടതായിട്ട് വരും. റൈറ്റ്. നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 2009 മുതൽ നമ്മൾ നോക്കാം. 2009 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 9 സീറ്റിലാണ് ജയിച്ചത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ വന്നതാണ് 2009 നമ്മൾ. അന്ന് BJP ഒരൊറ്റ സീറ്റിൽ പോലും ഹരിയാനയിൽ ജയിക്കാൻ സാധിച്ചില്ല. 2014 എത്തിയപ്പോഴത്തേക്കും BJP അവിടെ ഹരിയാനയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. BJP 7 സീറ്റിൽ ജയിക്കുന്നു, കോൺഗ്രസ് 1 സീറ്റിലേക്ക് താഴുന്നു. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ഓം പ്രകാശ് ചൗത്താലയുടെ പാർട്ടി 2 സീറ്റിൽ വിജയിക്കുന്നു. ഇത് പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്കിനെ, ഈ പരാജയം കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്കിനെ ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2019 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഞാൻ പറയുന്നത്. ഈ ഹരിയാനയിൽ ഒരേ വർഷം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. രണ്ട് സമയത്താണ് എന്ന് മാത്രം. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 40 സീറ്റിൽ ജയിച്ചപ്പോൾ കോൺഗ്രസ് 31 സീറ്റിൽ ജയിച്ചിരുന്നു. കോൺഗ്രസ്സിന് അത്യാവശ്യം അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്താനും സാധിച്ചിരുന്നു. 2019 ഈ 10-ൽ 10 ലോക്സഭാ സീറ്റ് BJP നേടിയതിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് 31 സീറ്റിൽ ജയിക്കുന്നത്, അവരുടെ വോട്ടിംഗ് ശതമാനം വലിയ തോതിൽ കുറയാതെ സൂക്ഷിക്കുന്നത്. ഇത് കോൺഗ്രസിന് അവിടെ വോട്ട് ബാങ്ക് ഉണ്ട്, ഇപ്പോഴും തകരാതെ ഉണ്ട് എന്നതിൻ്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളമാണ്?
കോൺഗ്രസിന്റെ സാധ്യത വളരെ ഭേദപ്പെട്ട സാധ്യതകളാണ് ഉള്ളത്. വളരെ നല്ല സാധ്യത, കുറച്ചുകൂടെ ധൈര്യമായിട്ട് പറയാമായിരുന്നു ഈ ഇന്റേണൽ സ്ക്വാബിൾസ് ഇല്ലായിരുന്നെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ ഹൂഡ ഫാമിലി ആയിട്ടും അതുപോലെ ഇവിടുന്ന് മത്സരിക്കുന്നത് രോഹ്തക്കിൽ നിന്ന് മത്സരിക്കുന്ന പുള്ളിക്കാർക്ക് സെൽജ, അതുപോലെ തന്നെ ചൗധരി, ഇങ്ങനെയുള്ള, അതുപോലെ സുർജേവാല, ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ ഇവർക്ക് ബറി ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ വളരെ ധൈര്യമായിട്ട് പറയാമായിരുന്നു കോൺഗ്രസ് നല്ല നിലയിൽ ഇവിടുന്ന് പെർഫോം ചെയ്യുമെന്ന് പറയാമായിരുന്നു. അതുപോലെ ഇൻട്രസ്റ്റിംഗ്ലി ഇത് നോക്കണം, 2 സിറ്റിംഗ് MPs, അതായത് മിനിസ്റ്റേഴ്സ് BJPയുടെ ഉള്ളത് 2 പേര് അർബൻ സെന്റേഴ്സിൽ നിന്നാണ് മത്സരിക്കുന്നത്, ഫരീദാബാദിൽ നിന്നും ഗുഡ്ഗാവിൽ നിന്നും. ഗുഡ്ഗാവ് ഓൾമോസ്റ്റ്, ഫരീദാബാദും ഗുഡ്ഗാവും, സ്പെഷ്യലി ഗുഡ്ഗാവ് ഓൾമോസ്റ്റ് ലൈക്ക് ഡൽഹിയാണ്. അപ്പൊ ആപ്പുമായിട്ടുള്ള കോൺഗ്രസിന്റെ അലയൻസിൽ ഡൽഹിയിൽ എത്രമാത്രം അഡ്വാൻറ്റേജ് ഉണ്ടോ അത്രയും തന്നെ അഡ്വാൻറ്റേജ് ഗുഡ്ഗാവിലും ഉണ്ടാവും. പക്ഷേ നമ്മുടെ രാജ് ബബ്ബറിന്റെ പൊസിഷൻ അത്ര സ്ട്രോങ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കോണ്ടസ്റ്റ് ഉണ്ട്. എങ്കിലും ഈ അർബൻ സെന്റേഴ്സിലൊക്കെ, അതായത് കേജ്രിവാളിന്റെയും ആപ്പിന്റെയും പ്രസൻസ് കോൺഗ്രസിന് ഒരു അഡീഷണൽ ആയിട്ടുള്ള, അതായത് കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ടാണ് നിൽക്കുന്നത്. അപ്പം BJPയുടെ ഈ പ്രാവശ്യത്തെ ക്ലെയിം എല്ലാം നരേന്ദ്രമോദിക്കുള്ള വോട്ടായിട്ട് തന്നെയാണ്. അവരെ ശല്യപ്പെടുത്തുന്ന ഇഷ്യൂസ്, മഹിളാ ഇഷ്യൂസും, വിമൻ അത്ലറ്റ്സിന്റെ ഉണ്ട്, അതുപോലെ ഫാർമേഴ്സ് അജിറ്റേഷന്റെ ഉണ്ട്, അൺഎംപ്ലോയ്മെന്റിന്റെ ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഈ പ്രാവശ്യം 16 കാൻഡിഡേറ്റ്സ്, വിമൻ കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം ഇലക്ഷനിൽ. 332 അത്രയും കാൻഡിഡേറ്റ്സ് ഉണ്ട്. നമ്മൾക്കറിയാമല്ലോ, വളരെ സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു വിമൻ, അതായത് ജെൻഡർ ഇക്വേഷൻ ആണ് ഹരിയാനയിലുള്ളത്. കേരളത്തിൽ നിന്ന് പോലും ഒരു കാലത്ത് മലയാളികൾക്കൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ട് അറിവുണ്ടാവും, ഇവിടുന്ന് സ്ത്രീകളെ കല്യാണം കഴിക്കാനായിട്ട് കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളെ പോലും ഹരിയാന ആൾക്കാർ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. കേരളമായിട്ട് പല ഏരിയാസിലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേറ്റ് ആണ് ഹരിയാന. എങ്കിലും വിമൻസ് എമാൻസിപ്പേഷൻ, എംപവർമെന്റ് ഇങ്ങനെയുള്ള ഏരിയയിൽ ശരിക്കും ബാക്കിയോടാണ്, ഡൽഹിയുടെ നെയ്ബർഹുഡിൽ കിടന്നിട്ട് പോലും. അങ്ങനെയുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് ഒരാൾ 2 ആൾ ഈ രീതിയിലാണ് ഇലക്ഷൻ MPs ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്, മഹിളകളുടെ കൂട്ടത്തിൽ നിന്ന്. അങ്ങനെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ ആണ് ഹരിയാനയിൽ. പക്ഷെ ഹരിയാന ബേസിക്കലി, ഞാൻ പിന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു ഹിന്ദുത്വ സ്റ്റേറ്റ് അല്ല. എപ്പോഴും കോൺഗ്രസിന് ബേസ് ഉള്ള ഒരു സ്ഥലമാണ്. കോൺഗ്രസിന്റെ ബേസ് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ്. ഇൻട്രസ്റ്റിംഗ്ലി ആദ്യത്തെ ഹരിയാന ചീഫ് മിനിസ്റ്റർ ജാട്ട് അല്ലായിരുന്നു, BD ശർമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള എല്ലാ ഫ്ലക്ച്വേഷൻസിനും സിറ്റുവേഷൻസിനും എല്ലാം ധാരാളം പോസിബിലിറ്റീസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഹരിയാന. ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും വളരെ ഇലക്ട്രിക് സ്റ്റേറ്റ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടുത്തെ ഈ പ്രാവശ്യത്തെ ലോക്സഭാ മത്സരം. നമ്മൾ ഈ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ, കോൺഗ്രസ് ഈ ജാട്ടുകളുടെ ഒരു സ്വാധീനം നിലനിർത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ പിന്നാക്ക വിഭാഗത്തിൻ്റെ വോട്ടുകളാണ്. കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിനെ നിലനിർത്തുന്നതിലും ഈ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ചെറുതല്ലാത്തൊരു സ്ഥാനമുണ്ട് ഹരിയാനയിൽ. അതിൽ ഒരു വിള്ളലുണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നത്. നായബ് സിംഗ് സേനയെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ BJP അതിനാണ് ശ്രമിച്ചത്. അത് ഫലം കാണുമോ? ഒരു പിന്നാക്ക വിഭാഗക്കാരനെ മുഖ്യമന്ത്രി ആക്കിയത് കൊണ്ട് തന്നെ വലിയ ഷിഫ്റ്റ് ആ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുമോ? വലിയ ഇമ്പാക്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹം, ഈ നായബ് സിംഗ് സേനി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ വലിയൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ലീഡർ ആയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫീലിംഗ് അവിടെ പബ്ലിക്കിൽ ഇല്ല. അതുകൂടാതെ ഈ കാസ്റ്റിന്റെ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാല് കോൺഗ്രസിന്റെ ഗണിതം ഇങ്ങനെയാണ്: ജാട്ടുകളുടെ വോട്ട് കിട്ടുന്നത്, അതായത് അത് കൂടുതൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ. അതുകൂടാതെ മുസ്ലിം വോട്ട്സ്, മേവ്സ് ഒത്തിരിയുള്ള സ്ഥലമാണ് ഹരിയാന, മേവ് മുസ്ലിംസ്, അവരുടെ മുഴുവൻ വോട്ട്, ദളിത് വോട്ടുകള്, ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് BJPയുടെ അപ്പർ കാസ്റ്റ് അലയൻസും പിന്നെ കുറച്ച് ജാട്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ അഡ്വാൻറ്റേജും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും കോൺഗ്രസ് ഒരു സ്ട്രോങ് ഫുട്ടിങ്ങിലാണെന്ന് പറയണം. ഇക്വേഷൻ അനുസരിച്ച്, കാസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച്
കോൺഗ്രസ് ആണ് ഇൻ എ ബെറ്റർ പൊസിഷൻ എന്ന് പറയേണ്ടതായിട്ട് വരും. റൈറ്റ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സഖ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ ഗുഡ്ഗാവ്, ഫരീദാബാദ്, പ്രത്യേകിച്ച് ഗുഡ്ഗാവ് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഡൽഹിയോട് തൊട്ട സംസ്ഥാനമാണ് ഹരിയാന. ആം ആദ്മി പാർട്ടി തന്നെയും അവരുടെ ഒരു ഡൽഹി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റായിട്ട് നേരത്തെ പറഞ്ഞിരുന്നത് ഹരിയാനയാണ്. പഞ്ചാബിന് മുമ്പ് പറഞ്ഞിരുന്നത് ഹരിയാനയാണ്. ആം ആദ്മി പാർട്ടി അവിടെ അവരുടെ ഗ്രൗണ്ട് ലെവൽ ആക്ടിവിറ്റീസ് നേരത്തെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രസൻസ് ഉണ്ട് ഹരിയാനയിൽ. എന്നിട്ടും അവർ ഒരു സീറ്റിൽ മത്സരിക്കുന്നു, കുരുക്ഷേത്രയിൽ മാത്രം. ബാക്കി 9 കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു സപ്പോർട്ടും പ്രസൻസും അത് എത്രത്തോളം ഗുണം ചെയ്യും കോൺഗ്രസിന്? ഒപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ജയിലിൽ നിന്നിറങ്ങി പ്രചാരണത്തിനെത്തുന്നു. അതും എത്രത്തോളം പ്രധാനമാണ് ഈ ഹരിയാനയുടെ കാര്യത്തിൽ? ഹരിയാന, പ്രത്യേകിച്ച് ഗുഡ്ഗാവ് ഓൾമോസ്റ്റ് ഡൽഹി തന്നെയാണ്. ഇപ്പൊ ആൾക്കാർ തമ്മിൽ തിരിച്ച് ഈ ഇലക്ഷന്റെ സമയത്താണ് അവർ ഓർക്കുന്നത് ഇത് ഹരിയാനയാണല്ലോ എന്ന്. അല്ലെങ്കിൽ ഗുഡ്ഗാവിലുള്ള ആൾക്കാർ ഡൽഹിക്കാരെന്നുള്ള മട്ടിൽ തന്നെയാണ് അവരുടെ നീക്കങ്ങളൊക്കെ. അതുമാതിരിയാണ്. അതുപോലെ ഇന്റഗ്രേറ്റഡ് ആണ് ഈ 2 സ്ഥലങ്ങളും. അപ്പോഴത്തേക്ക് ആം ആദ്മി പാർട്ടിയുടെ, പ്രത്യേകിച്ച് കേജ്രിവാൾ ജയിലിൽ പോവുകയും ബെയിലിൽ പുറത്തിറങ്ങുകയും ഇപ്പൊ ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി ഞാൻ വിചാരിക്കുന്നത് വളരെ നല്ലതാണെന്നുള്ളതാണ്. കേജ്രിവാളിന് വളരെയധികം സിമ്പതി ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹിയും അതിന്റെ നെയ്ബർഹുഡും. അതുപോലെ ഒരു സീറ്റിൽ സമ്മതിച്ചത് ബാക്കിയുള്ള സീറ്റിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, പഞ്ചാബും ഡൽഹിയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ഒരു സീറ്റിന് അവർ സമ്മതിച്ചതായിരിക്കണം. അത് കോൺഗ്രസിന് വളരെ ഒരു നല്ലൊരു ഒരു സ്ഥിതിയായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കേജ്രിവാളിന്റെ റിലീസും പുള്ളിയുടെ ക്യാമ്പയിനും അതുപോലെ ഓവറോൾ ഡൽഹിയിലുള്ള ആ പ്രോ NDA ഒരു മാഹോൽ പറയുന്നത് എന്താ പറയുന്നത്, ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് ഹരിയാനയിൽ വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. ഹരിയാന, കുറച്ച് ഭാഗം രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി, ഇതെല്ലാം മോറോർലെസ് ഒരു തരത്തിലാണ് ചില സമയങ്ങളിലൊക്കെ ചിന്തിക്കുന്നത്. ഇലക്ഷൻ സമയത്തിൽ പ്രത്യേകിച്ചും. ഈ ഇലക്ഷനിലാണേലും ഹരിയാനയും ഡൽഹിയും ഒരുപോലെ ആയിരിക്കണം മിക്കവാറും വോട്ട് ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ വിചാരം. റൈറ്റ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ കർഷകരുടെ പ്രതിഷേധം, അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലുണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന. കർഷകരുടെ പ്രതിഷേധത്തെ ആ സർക്കാർ നേരിട്ടത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഗുസ്തി താരങ്ങൾ, അവരുടെ ബ്രിജ്ഭൂഷൺ ശരൺ ശർമ്മ എന്ന് പറയുന്ന ഗുസ്തി ഫെഡറേഷൻ്റെ നേതാവ് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള അവരുടെ ആരോപണം, അവരുടെ പ്രതിഷേധം. ഗുസ്തിക്കൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയാണ് നമ്മളുടെ ഹരിയാന എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയൊരു ഇമോഷൻ ഉണ്ട് അവിടെ. ഈ ഇമോഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ടാകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. ചിലയിടത്തൊക്കെ BJPയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രതിഷേധം ഉയരുന്ന കാഴ്ചയും ഉണ്ടായി. അപ്പോൾ ഈ ഇത്തരം അന്തരീക്ഷം, അതായത് പ്രതിഷേധങ്ങളുടെയും രോഷത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം ഹരിയാനയിലുണ്ട്. ഇത് എത്രത്തോളം മുതലെടുക്കാൻ സാധിക്കും കോൺഗ്രസ് AAP സഖ്യത്തിന്? അതിന് പാകത്തിലുള്ളൊരു പ്രചരണ സംവിധാനം ഈ സഖ്യത്തിൻ്റെതായിട്ടുണ്ടോ? പഞ്ചാബ് പറയുന്നത് പോലെ തന്നെ ഹരിയാനയും കുറച്ചൊക്കെ ഒരു മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു ഫാർമേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അത് ഫാർമേഴ്സ് അജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അശോക് തവറിനും അതുപോലെ തന്നെ ഈവൻ മനോഹർലാൽ ഖട്ടറിന് പോലും പോലീസ് ഗ്യാരണ്ടി ഇല്ലാതെ അല്ലെങ്കിൽ പോലീസിന്റെ അകമ്പടി ഇല്ലാതെ ഗ്രാമങ്ങളിൽ പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇന്നലെ പോലും അവർ പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് ഗ്രാമങ്ങളിലോട്ടൊക്കെ ഇത് ടൂർ ചെയ്തത്. അങ്ങനെ ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിച്ച് നോക്കുക. അത് ബാക്കിയുള്ളവർക്ക് ആ സ്ഥിതി ഇല്ലല്ലോ. കോൺഗ്രസിന്റെ ഒരു കാൻഡിഡേറ്റിന് അങ്ങനെ ഒരു സ്ഥിതി വരുന്നില്ല, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റിന് ഇല്ല. BJPയുടെ കാൻഡിഡേറ്റ്സിന് പോലീസ് അകമ്പടിയോടുകൂടി ഇലക്ഷൻ ക്യാമ്പയിന് പോകേണ്ടതായിട്ട് വരുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അവര് എങ്ങനെ ജയിക്കാൻ സാധ്യത വളരെ കുറവായിട്ട് തോന്നണമല്ലോ. ബാക്കിയുള്ള പോക്കറ്റ്സിലൊക്കെ അവർക്ക് കുഴപ്പമില്ലായിരിക്കാം. പക്ഷെ പല ഗ്രാമങ്ങളിലും ഈ 2 ഇഷ്യൂ കാരണം, മഹിളകളോട് അപമര്യാദയായി പെരുമാറിയത് കാരണവും അതുപോലെ തന്നെ ഫാർമേഴ്സിന് വളരെ ബ്രൂട്ടലായിട്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചത് കൊണ്ടും ഇപ്പോഴും അത് സോൾവ് ചെയ്യാത്തൊരു ഇഷ്യൂ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടും അവർക്ക് പ്രോമിസ് ചെയ്യപ്പെട്ട പല വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെടാതിരിക്കുന്നത് കൊണ്ടും മിനിമം സപ്പോർട്ട് പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളും അവരുടെ ഇൻകം കൂട്ടി കൊടുക്കാനായിട്ട് എല്ലാം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് സ്വാമിനാഥൻ കമ്മീഷനും എല്ലാം കൂടെ ആയിട്ട് വളരെ ഒരു കാര്യങ്ങളും തന്നെ ഫുൾഫിൽഡ് ആയിട്ടില്ല. അപ്പൊ വളരെ അൺട്രസ്റ്റ്, ഫാം അൺട്രസ്റ്റിന്റെ ഒരു വളരെ ഒരു തരം റിഫ്ലക്ഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഹരിയാന.
അത് ഇലക്ഷനിലും ഉണ്ടാവും തീർച്ചയായിട്ടും. റൈറ്റ്. നമ്മൾ ഈ സ്ഥാനാർത്ഥികളുടെ വലിപ്പം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന് എടുത്തു കഴിഞ്ഞാൽ കുമാരി ശെൽജ സിർസയിൽ മത്സരിക്കുന്നു, ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദീപേന്ദർ സിംഗ് ഹൂഡ റോത്തക്കിൽ മത്സരിക്കുന്നു. അങ്ങനെ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട് കോൺഗ്രസ് പട്ടികയിൽ. ഇപ്പുറത്താണെങ്കിൽ മനോഹർ ലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. സിർസയിലാകട്ടെ കുമാരി ശെൽജയെ എതിരിടുന്നത് കോൺഗ്രസിൻ്റെ മുൻ നേതാവ് അശോക് തൻവറാണ്. അപ്പോൾ ഈ ഇത്തരം സ്ഥാനാർത്ഥികളുടെയൊക്കെ സാന്നിധ്യം അത് എത്രത്തോളം പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഹരിയാന ഒരു നോക്കി കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടുത്തെ കാൻഡിഡേറ്റ്സിന്റെ കാര്യങ്ങൾ. അതായത് 3-4 ഫാമിലി എന്നുള്ള കുറെ അധികം കാൻഡിഡേറ്റ്സ്. ചോട്ടാല ഫാമിലിയിൽ നിന്ന് 4-ലധികം, 2 സ്ത്രീകൾ, നയന സുനയന, അങ്ങനെ 2 സ്ത്രീകൾ. അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് പല ആൾക്കാർ, റാവു വീരേന്ദ്ര സിംഗ് ഫാമിലിയിൽ നിന്ന്, അതുപോലെ ശെൽജ ഫാമിലി, ശെൽജയുടെ ഫാദറും വലിയൊരു റിനൗണ്ട് ആയിട്ടുള്ള ലീഡിങ് പൊളിറ്റീഷ്യൻ ആയിരുന്നല്ലോ ഹരിയാനയിൽ. അങ്ങനെ കുറെ ഫാമിലീസിന്റെ ഗെയിമാണിത്. ചെറിയ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് 10 സീറ്റുകളുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. എങ്കിൽ പോലും ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് ഒരു പാറ്റേൺ ഉണ്ട്. പ്രത്യേകിച്ച് മഹിളകൾക്ക് ഇവിടെ മുമ്പോട്ട് വരാനായിട്ട് ഇത്ര നാളായിട്ട് പറ്റിയിട്ടില്ല. ഒരു വിമൻ ചീഫ് മിനിസ്റ്റർ ഉണ്ടാകുന്നതിനെ പറ്റി വളരെ ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രാവശ്യം കോൺഗ്രസ് അസംബ്ലിയിൽ വല്ലതും ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി പോലും ഉള്ളൂ. അങ്ങനെ ഒരു കുറച്ച് ഫാമിലീസിന്റെ കയ്യിലിരിക്കുന്ന പൊളിറ്റിക്സ് ആണ് ഹരിയാനയിൽ. പക്ഷേ സാധാരണ വോട്ടർ വളരെ ഡെഫിയന്റ് ആണ്, വളരെ ക്വസ്റ്റ്യനിങ് ടൈപ്പ് ആൾക്കാരാണ് ഹരിയാനക്കാർ. പഞ്ചാബികൾ പോലെ തന്നെ വളരെ അങ്ങനെ ഈസി ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. വളരെ ഡിമാൻഡിങ് ആണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മച്ച് ബെറ്റർ ആണ് ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെക്കാളും. അതുപോലെ തന്നെ പേഴ്സണൽ പെർ ഹെഡ് ഇൻകം, പെർ ക്യാപിറ്റ ഇൻകവും വളരെ ഹൈ ആണ്. ഡൽഹി ഹയസ്റ്റ് ആണല്ലോ ഈ കൺട്രിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്ബർഹുഡിലും പെർ ക്യാപിറ്റ ഇൻകം ഒത്തിരി ഹൈ ആണ്. ഹരിയാന ഈസ് ആൻ അഫ്ലുവൻസ് സ്റ്റേറ്റ്. അത് ഒരു അഫ്ലുവൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. ആൾക്കാരെ ഈസി ആയിട്ട് വിട്ടികളാക്കാൻ പറ്റത്തുമില്ല. അപ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള വോട്ടിംഗ് ആണ്. പക്ഷെ ഈ പെൻഡപ്പ് ഫീലിങ്സ് അമർത്തി വെച്ചിരുന്ന ഈ അമർഷം കുറെ ഈ പ്രാവശ്യം പുറത്ത് വന്നിരിക്കുകയാണ്. അത് പോളിംഗ് ദിവസം എനിക്ക് തോന്നുന്നത് അതിന്റെ റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും പോളിംഗിൽ അറിയാൻ പറ്റുമെന്നാണ് എന്റെ വിചാരം. ഞാൻ ചോദിച്ചത് ഈ നേതാക്കളുടെ പ്രസൻസ് ഇപ്പോൾ ബി ജെ പി എടുത്തു കഴിഞ്ഞാൽ മനോഹർ ലാൽ ഖട്ടർ കർണാലിൽ, കോൺഗ്രസിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം നവീൻ ജിൻഡാൽ കുരുക്ഷേത്രയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുന്നു. രഞ്ജിത്ത് ചൗത്താല, ഓംപ്രകാശ് ചൗത്താല ഫാമിലിയിൽ നിന്നുള്ള ഹിസാറിൽ മത്സരിക്കുന്നു. കേന്ദ്രമന്ത്രിസഭാംഗമായിരുന്ന റാവു ഇന്ദർജിത് സിംഗ് യാദവ് ഗുഡ്ഗാവിൽ മത്സരിക്കുന്നു. അപ്പോൾ പ്രമുഖരുടെ ഒരു നിരയുണ്ട്, കോൺഗ്രസിൽ മാത്രമല്ല ബി ജെ പിയിലും. അപ്പോൾ ഈ പ്രമുഖർ അവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ അവരുടെ ഒരു നേതൃവലിപ്പം കൊണ്ട് കൂടുതൽ വോട്ട് സമാഹരിക്കാനുള്ള ഒരു കഴിവ് ഇപ്പോഴും ഹരിയാനയിലുണ്ടോ? അങ്ങനെ ഒരു ക്ലാൻ ഫോളോയിങ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇത്ര പ്രോഗ്രസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും, ഞാൻ പറഞ്ഞല്ലോ മഹിളകളുടെ കാര്യം അത്ര നല്ല സ്ഥിതിയല്ല ഹരിയാനയില്. ഇപ്പോഴും കാപ്പ് പഞ്ചായത്തും മൂപ്പന്മാർ നിശ്ചയിക്കുന്ന വിധി കൽപ്പിക്കുന്ന കോടതികളും ആ മാതിരിയുള്ള സംഗതികളൊക്കെ ഇപ്പോഴും വളരെ ഒരു വിരോധാഭാസമാണ് ഹരിയാനയിൽ. ആ രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് പ്രോഗ്രസ്, മറുവശത്ത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസസും ഒക്കെ ഉണ്ട്. അതിപ്പം ഇത് കുറെ ഫാമിലി ഭരണം, അധികാരം കുറെ ഫാമിലികളുടെ കയ്യിൽ കൺഫൈൻഡ് ആണ്. പുതിയ ആൾക്കാർ, കുറച്ച് ആൾക്കാരെ പൊളിറ്റിക്സിലോട്ട് മുമ്പോട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവിടെ ഒരു 50%, 10% പോലും റെപ്രസെന്റേഷൻ മഹിളകൾക്കില്ല കാൻഡിഡേറ്റ്സിന്റെ കാര്യത്തിൽ. അപ്പൊ തന്നെ വലിയൊരു വിഭാഗം ഔട്ടായിട്ട് നിൽക്കുകയാണ്. മൂപ്പന്മാർക്ക് മാത്രം, അതായത് ഇങ്ങനെയുള്ള ഈ ട്രഡീഷണൽ പൊളിറ്റിക്കൽ ഫാമിലീസിന്റെ എൽഡേഴ്സിന് മാത്രം ടിക്കറ്റ് കൊടുക്കുന്ന, അല്ലെ അവരുടെ കുട്ടികൾക്കോ ഗ്രാൻഡ് ചിൽഡ്രനോ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴും ഹരിയാനയിലുള്ളത്. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് അധികാരം തന്നെ വളരെ കുറഞ്ഞ ചെറിയൊരു കുറെ ഫാമിലികളുടെ കയ്യിൽ മാത്രം ഇരിക്കുകയാണ്. ഈവൻ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ സൈനി എന്ന് പറഞ്ഞ ഒരാൾ വന്നു ചീഫ് മിനിസ്റ്റർ ആയിട്ട്, വളരെ ഒരു പ്രതീക്ഷിക്കാതെ വന്നാണ്. ആ രീതി പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. ഖട്ടർ എന്ന് പറഞ്ഞ ആള് പഞ്ചാബി സിന്ധി ആയിരിക്കണം. അത് വളരെ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഫസ്റ്റ് ടൈം വന്നതാണ്. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട് എന്നല്ലാതെ ട്രഡീഷണൽ ആയിട്ട് പിന്നെയും പുറകോട്ട് പഴയ ആൾക്കാരുടെ കയ്യിൽ തന്നെ അധികാരം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഹരിയാനയിൽ എപ്പോഴും. പിന്നെ ഹരിയാനക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഡൽഹിയുടെ നെയ്ബർഹുഡ് ആണ്. എപ്പം വേണമെങ്കിലും ഡൽഹിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്, ലൊക്കേഷണൽ അഡ്വാൻറ്റേജും ഹരിയാനയ്ക്കുണ്ട്. 2 തരത്തിലുണ്ട്. ഡൽഹിയുടെ അടുത്തായതുകൊണ്ട് വലിയ
വലിയ അറ്റൻഷൻ ഒന്നും കിട്ടത്തുമില്ല. ഡൽഹിയിൽ അടുത്തായതുകൊണ്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡൽഹിയുടെ അഡ്വാൻറ്റേജസ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് കുറവാണ്, കാരണം ഡൽഹിയുടെ അടുത്തുള്ള ഒരു ചെറിയ സ്റ്റേറ്റ്, ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കുറവാണ്. എങ്കിൽ പോലും അഡ്വാൻറ്റേജസ് ഒക്കെ അവർക്ക് മേക്ക് യൂസ് ഓഫ് ചെയ്യണമെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് മറ്റുള്ളവരെ കാര്യം. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് ഈ കുരുക്ഷേത്രയിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ സഖ്യത്തിൽ മത്സരിക്കുന്നു, ആകെ ഒരു സീറ്റിൽ. ആം ആദ്മി പാർട്ടിയുടെ സാധ്യത എത്രത്തോളമാണ് ഈ ഒറ്റ മണ്ഡലത്തിൽ? കുരുക്ഷേത്ര പറഞ്ഞു കഴിഞ്ഞാൽ നവീൻ ജിണ്ടൽ വളരെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിരുന്നല്ലോ, കോൺഗ്രസ് ലീഡർ ആയിരുന്ന ഒരു കാലത്ത്. വളരെ ധനാഢ്യനായ വ്യക്തി, വലിയൊരു അവരുടെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ബാക്കിയുള്ള ഇപ്പോഴ് കോൺഗ്രസിലുള്ള ലീഡേഴ്സ് പോകുന്ന മാതിരി ഇദ്ദേഹവും അങ്ങോട്ട് പോയി. ഒരു റിച്ച് ഇൻഡസ്ട്രിയലിസ്റ്റിനെ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല, കാരണം അവരെ പ്രഷറൈസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടെങ്കിലും കോൺഗ്രസ് എത്ര മാത്രം കഴിവ് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നാലും കോൺഗ്രസ് ജിണ്ടലിനെ തോപ്പിക്കാൻ വളരെയധികം ശ്രമിക്കും. ആ മാതിരിയുള്ള ക്യാമ്പയിനും പദ്ധതികളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ആം ആദ്മിക്ക് ഫുൾ സപ്പോർട്ട് കോൺഗ്രസ് എത്രയായാലും കൊടുക്കും, അതിനകത്ത് ഒരു ഉപേക്ഷയും വിചാരിക്കത്തില്ല. ആ രീതിയിൽ ജിണ്ടലിന് വളരെ ടഫ് സിറ്റുവേഷൻ ആണ് കുരുക്ഷേത്രയിൽ. അതുപോലെ ആം ആദ്മിക്ക് കിട്ടിയ ഒരു സീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തതാണ്. അതനുസരിച്ച് പോസിബിലിറ്റീസ് വളരെ ഹൈ ആണെന്ന് ഞാൻ പറയും. ഒരു പ്രശ്നമേ ഉള്ളൂ, ആം ആദ്മിയെക്കാളും കോൺഗ്രസിന് ഫൈനാൻസസിന്റെ പ്രശ്നമുണ്ട്. എല്ലാവരും അവർ ഷെൽജയാണെ പോലും അവരവരുടെ ബലത്തിലുള്ള ഇലക്ഷൻ ക്യാമ്പയിൻസ് ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ വെൽ ഓയിൽഡ് മെഷീനറി ആയിട്ട് കമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പൈസയുടെ ആ ബലവും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അതനുസരിച്ച് ഇവർക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. മീറ്റിംഗ്സ് ഒക്കെ മാതിരി കളർഫുൾ ആവുന്നില്ല. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക്കിന്റെ സപ്പോർട്ടാണ് ഈ പാർട്ടികളെ മുമ്പോട്ട് നയിക്കുന്നത്. റൈറ്റ്. അവസാനമായിട്ട് ഈ 2019 വിജയം, അത് 10-ൽ 10, അത് ആവർത്തിക്കാൻ BJPക്ക് സാധിക്കുമോ? അതോ ഈ കോൺഗ്രസ് AAP സഖ്യം ഒരു വലിയ അത്ഭുതം ഉണ്ടാക്കും? എന്താണ് ഹരിയാനയെ സംബന്ധിച്ച് ഏറ്റവും അവസാനം വെച്ചാൽ നമ്മൾ പോളിംഗിലേക്ക് അടുക്കാൻ പോവുകയാണ് ഹരിയാന, അപ്പോൾ സണ്ണി സെബാസ്റ്റ്യന് തോന്നുന്നത്? ഏറ്റവും ഈസി ആയിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 10-ൽ 10 കിട്ടാൻ പോകുന്നില്ല, അതായത് 2019 റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് പറയാൻ വളരെ ഈസിയാണ്. അത് ഈസിയാണ്. എത്രമാത്രം അത് റിവേഴ്സ് ചെയ്യുന്നു, കാരണം മിക്കവാറും എല്ലാ സീറ്റുകളിലും നല്ല മാർജിനോട് കൂടിയാണ് ജയിച്ചത്. പക്ഷേ സീറ്റുകളുടെ ഈ വോട്ടുകളുടെ ഫ്ലോ വരുമ്പോഴത്തേക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് വെള്ളം ഒഴുകുന്ന പോലെ അങ്ങോട്ട് ഒഴുകി പോവുക ചെയ്യുന്നത്. അല്ലാതെ ഇത്രയും കിട്ടി അത് നികത്താൻ വേണ്ടി അതിന്റെ ഡബിൾ വേണ്ടി വരും, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും അല്ല ഇഷ്യൂ. ഒരു സൈഡിലോട്ട് പോകുന്നത് മുഴുവൻ തള്ളി അങ്ങോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വലിയ മാർജിൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പ്രാവശ്യം അവിടെ ഒന്നും ജയിക്കത്തില്ല എന്ന ഒരു ആർഗ്യുമെന്റ് ഇതിനൊരു വാല്യൂ ഇല്ല, ഇതിനൊരു വിലയില്ല. അതേസമയം ഈ 10-ൽ 10 കിട്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. രണ്ടാമത് 10-ൽ 5 കിട്ടുമോ എന്നുള്ളതാണ്, 5 പോലും കിട്ടുമോ എന്നുള്ള ഒരു ഇഷ്യൂലാണ്. മേ ബി അതിലും കുറയാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ആണ് ഹരിയാന. കുറച്ചൊരു ആ രീതിയിൽ പറഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിൾ. പക്ഷെ BJP അവർ വിചാരിക്കുന്ന അവരുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യും, ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് വളരെ പല തരത്തിലുള്ള ആംഗിൾസ് വെച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ആം ആദ്മി കോൺഗ്രസ് അലയൻസിൽ സിറ്റുവേഷൻ വളരെ നല്ലതാണെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഹോപ്പ്ഫുൾ ആണ് ഇന്ത്യ അലയൻസ് ഹരിയാനയെ പറ്റി. റൈറ്റ്. അതാണ് ഹരിയാനയിലെ ഒരു മത്സര ചിത്രം. 10-ൽ 10 നേടിയ BJPക്ക് ഹരിയാനയിൽ ഒരു കാരണവശാലും അത് ആവർത്തിക്കാൻ ഇക്കുറി സാധിക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കോൺഗ്രസ് AAP സഖ്യം ആ 10-ൽ നിന്ന് എത്ര നേടിയെടുക്കും എന്നുള്ളത് നമുക്ക് ജൂൺ 4-ന് അറിയാം.